ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു പവർ ബാങ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ബോട്ടിൻ്റെ 20,000 mAh ഒരു പവർ ബാങ്കാണ്. ഇതിൻ്റെ പേര് വരുന്നത് എനർജി ഷ്രോം PB435 ടർബോ 35 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ ഇത് വരുന്നത് 20,000 mAh ആണ് ബാറ്ററി ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് വരുന്നത് ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 35 വാട്ട്സിൻ്റെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയായാലും നമുക്കൊരു 20 to 25 കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാക്സിമം ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 35 വാട്ട്സ് എന്നുള്ളത്. ഓക്കെ, 20,000 mAh ആണ്. പിന്നെ മൈക്രോ USB, പിന്നെ അതേപോലെ തന്നെ ടൈപ്പ് C വരുന്നുണ്ട്, പിന്നെ USB പോർട്ട് 2 വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കിത് എന്തായാലും ഒന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, ഈ ഒരു പെട്ടി തുറന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടി കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ബോട്ടിൻ്റെ ലോഗോയും പിന്നെ അതേപോലെ തന്നെ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്കൊരു USB ടൈപ്പ് സിയുടെ ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. യൂസർ മാനുവലിൽ ഇതിൻ്റെ പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതേപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ്റെ കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ഇൻഡിക്കേഷനൊക്കെ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വാറണ്ടി കാർഡിൻ്റെ യൂസർ മാനുവലിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതാണ് നമുക്ക് വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഓരോ വെബ്സൈറ്റിൽ. ഓക്കെ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ്. പിന്നെ നമുക്കൊരു താങ്ക് യു നോട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു പവർ ബാങ്ക്. ഓക്കെ, ഇത് 35 വാട്ട്സിൻ്റെ ടർബോ ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 20 വാട്ട്സ് ഉണ്ടെന്ന്, മീൻസ് 20,000 mAh ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ആവറേജ് വെയിറ്റ് ഉണ്ടാവണം, കാരണം അതൊരു 20,000 അല്ലേ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പോർട്ട് വരുന്നത് 2 EA വരുന്നുണ്ട്, ഒരു C വരുന്നുണ്ട്, പിന്നെ മറ്റേ മൈക്രോ USB വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ ഫോണാണെങ്കിൽ നമുക്കിതിനകത്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതിൽ പവറിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ചില പവർ ബാങ്കിന് ഉണ്ടാകും ഇവിടെ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ ഒരു സിമ്പിളൊക്കെ, അതിനർത്ഥം അത് പവർ കൂടുതൽ നമുക്ക് ഡെലിവറി ചെയ്യുന്നുള്ളൊരു ഇതാണ്. അതായത് 35 വാട്ട്സ് ആണെങ്കിൽ 35 വാട്ട്സ് ആയി തന്നെ നമുക്ക് കിട്ടുന്നുള്ള രീതിയിലുള്ള പവറിൻ്റെ ഒരു സിമ്പിളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അതൊന്നും ഇല്ല. പിന്നെ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ബാക്കിലും ഉള്ള ഡീറ്റെയിൽസ് കേട്ടോ. ഈ ഒരു ഡീറ്റെയിൽസ് സെയിം തന്നെയാണ്. ഓക്കെ, പോസ് ചെയ്തിട്ട് നോക്കേണ്ടവർക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് മോഡൽ നമ്പർ ഉണ്ട്, ഇൻപുട്ട്, പിന്നെ 2-way ആണ് ഇതിൻ്റെ ഔട്ട്പോർട്ടും വരുന്നത്. ഇൻപുട്ടും വരുന്നത് 2-way ആണ്. മൈക്രോ USB സിയും വരുന്നത്, എയും വരുന്നത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, 2-way ആണ്. അപ്പോൾ നമുക്ക് ചാർജും അതേപോലെ തന്നെ നമുക്ക് ഡെലിവറി ഈ ഒരു C ടൈപ്പും നമുക്ക് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ ഒരു C ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും പവർ ഡെലിവറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം, അതേപോലെ തന്നെ ഫോണും ചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കർവാണ് ഇവിടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ പിടിക്കുമ്പോൾ കൂടുതലും കൈ പിടിച്ചിരുന്നാലും സീനൊന്നുമില്ല. പിന്നെ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബൾക്കായി തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു തിക്നെസ് ഉണ്ട് ഇത്. ഓക്കെ, അത്യാവശ്യം തിക്നെസ് വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ബൾക്കായിട്ട് തോന്നാം. പിന്നെ അതേപോലെ തന്നെ ബാഗിലിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ മിക്ക ടൈം നമ്മൾ കേബിൾ യൂസ് ചെയ്തിട്ട് തന്നെ ചാർജ് ചെയ്യണം. മീൻസ് ചില പവർ ബാങ്കിന് ഞാൻ കണ്ടതിലുണ്ട്, ഇൻബിൽഡായിട്ട് അവർക്ക് പവർ ഡെലിവറിക്കുള്ള കേബിളും കൂടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അതില്ല. ഓക്കെ, പക്ഷേ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ കേസസ് മിക്ക ടൈമും അതിങ്ങനെ നമ്മളിങ്ങനെ വലിച്ച് സാധനം കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, 4 വരുന്നുണ്ട്. അപ്പോൾ 4 ഇതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തത് 0 to 25, പിന്നെ അടുത്തത് 25 to 50, പിന്നെ 75, പിന്നെ 75 to 100 ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇതിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ ഓൺലൈനിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് വരുന്നത് നോർമൽ നമ്മളുടെ ഒരു ഇതല്ല, ലിഥിയം അയണല്ല വരുന്നത്, ലിഥിയം പോളിമറാണ് ഇത് വരുന്നത്. പിന്നെ ഇത് തന്നെ 35 വാട്ട്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ 25 വാട്ട്സിൻ്റെയും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡീറ്റെയിൽസും കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ വാങ്ങുന്നവർ ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. കാരണം പ്രൈസ് വരുന്നത് ഇതിന് വരുന്നത്
2000 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, 2999 വരുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫറുണ്ട്. ഓഫർ വെച്ചിട്ട് ഒരു 100 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഇൻ കേസ് മറ്റേ 22 വോട്ട്സിൻ്റെ തോന്നുന്നുണ്ട്, 22-25 അതായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വരുന്നത് 1799, അതായത് 1799 രൂപ, 800 രൂപയുടെ അടുത്ത് അതിന് വരുന്നുണ്ട്. ഓക്കെ, ഒരു 200 രൂപയുടെ ചേഞ്ച്, 300 രൂപയുടെ ചേഞ്ചേ വരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു 35 വാട്ട്സ് ആയിരിക്കും ബെറ്റർ, കാരണം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. പിന്നെ ഈ പവർ ബാങ്ക് യൂസ് ചെയ്യേണ്ട കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അത്രയും ചാർജ് ഇല്ലാത്ത സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചാർജ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനോ വരുന്ന ടൈമിൽ മാത്രം ഇത് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാം. കാരണം ഇതിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, നമ്മൾ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന ആ ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിക്കുള്ള ഒരു ഡാമേജ് കാര്യങ്ങളോ അത്രയ്ക്ക് വരില്ല. ഓക്കെ, ഇതിൽ ചാർജ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബാറ്ററിക്ക് എപ്പോഴാണെങ്കിലും ബൾജാവാനോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ക്ലോസ് റേഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടൊക്കെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റായിട്ട് ഇത് ഭയങ്കര ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ചാർജ് ചെയ്യേണ്ട കേസസ് മറക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ചാർജ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന ടൈമിൽ മാത്രം ചാർജ് ചെയ്യുക. പിന്നെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം 20,000 mAh ഉണ്ട്. നമ്മളിപ്പോൾ ലോങ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുക ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ റൂമിൽ എത്തിയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ചാർജ് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ പ്ലാൻ ചെയ്യുക. പക്ഷേ മിക്ക ടൈമിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പവർ ബാങ്ക് ഉള്ളത് നല്ലതാണ്. കൂടുതൽ നേരം യൂസ് ചെയ്യേണ്ട, മീൻസ് ഒരു അരമണിക്കൂറൊക്കെ ചാർജ് ചെയ്ത് ഒരു 50 to 75% ഒക്കെ ആയി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചാർജ് ചെയ്ത് കൊണ്ടുപോവുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ, കൂടുതൽ നേരം ഇത് യൂസ് ചെയ്യാൻ ഞാൻ എന്തായാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ വെച്ച് നോക്കിയ ടൈമിൽ ആംബ്രേൻ്റെയും പിന്നെ അതേപോലെ തന്നെ ഷവോമിയുടെ ഒക്കെ പല ഇതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തൊന്നും ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തതിൽ ഞാൻ ആ ഒരു ഡീറ്റെയിൽസ് ഇതിൽ കണ്ടിട്ടില്ല. പക്ഷേ ഓക്കെ, ഇതിനകത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഇതിൽ കണ്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളിതിൻ്റെ ഓൺലൈനായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കാരണം ഇത് വരുന്നത് പോളിമർ ആണ്, ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തത് ഞാൻ കണ്ടില്ല. ശരിക്കും ആക്ച്വലി ഇതിനകത്തൊക്കെയാണ് ഇവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ ഡ്യൂറബിൾ ആണെന്നുള്ളതുണ്ട്, അതായത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് അലുമിനിയം കേസാണ് വരുന്നത്. ഓക്കെ, ഇത് വരുന്നത് അലുമിനിയം ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ 2-way 35 വാട്ട്സിൻ്റെ ടർബോ ചാർജിങ് വരുന്നുണ്ട്, ക്വിക്ക് ചാർജിങ് ഉണ്ട്, പിന്നെ PPS ഉണ്ട്. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, അതേപോലെ തന്നെ ലാപ്ടോപ്പും ചാർജ് ചെയ്യാമെന്ന് പറയുന്നത് അറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 12 layer സ്മാർട്ട് IC പ്രൊട്ടക്ഷൻ വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. 20 mAh കപ്പാസിറ്റി വരുന്നത്. ടെമ്പറേച്ചർ ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങുന്നവർക്ക് ഇത് വാങ്ങാം. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ബൈ.